എമ്പുരാൻ സിനിമ ഞാൻ കണ്ടത് വെച്ച് ഞാൻ എല്ലാവരോടും ഒറ്റ കാര്യം പറയത്തുള്ളൂ. നിങ്ങളുടെ സിനിമ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് തിയേറ്ററാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫീല് നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ. സോ നിങ്ങൾ എടുത്ത ടിക്കറ്റ് ചെറിയ ഏതെങ്കിലും തിയേറ്റർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് മാറ്റി നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണും. ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. കാരണം അത്രയേറെ വിഷ്വലിനും സൗണ്ടിനും അതുപോലെ പ്രയോറിറ്റി ഉള്ളൊരു മൂവിയാണിത്. മലയാള സിനിമ ഒരു ബോളിവുഡ് ലെവലിലേക്ക് പിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ ഒരിക്കലും നിങ്ങൾ OTT പ്ലാറ്റ്ഫോമിലോ മൊബൈലിലോ അല്ലെങ്കിൽ അല്ലാതെ ഒന്നും കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ലാലേട്ടനെ പോലുള്ള ഒരാളുടെ ഈ ഒരു സിനിമ പൃഥ്വിരാജ് സുകുമാരൻ അത്രയേറെ കഷ്ടപ്പെട്ട്, കാരണം ഓരോ ലൊക്കേഷൻ ഇവർ ഹണ്ട് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതുപോലത്തെ രീതികളാണ്. ഈവൻ ഹെലികോപ്റ്റർ പോലും നമ്മുടെ മലയാള സിനിമയിൽ ഇന്നേ വരെ യൂസ് ചെയ്യാത്ത ഹെലികോപ്റ്റേഴ്സ് പോലും യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഓരോ ഗ്ലാസ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, എല്ലാം എൻ്റയർലി കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾ ശരിക്കും വിഷ്വലിൻ്റെയും സൗണ്ടിൻ്റെയും എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതിലായിരിക്കാം പലപ്പോഴും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഉള്ളത്. സോ നല്ലൊരു സിനിമയാണ്. ഇതൊരിക്കലും ലൂസിഫർ എന്നുള്ള സിനിമയായിട്ട് നമ്മൾ കമ്പയർ ചെയ്തല്ല ചെയ്യേണ്ടത്. മലയാള സിനിമയെ ലിഫ്റ്റ് ചെയ്ത് ഒരു ബോളിവുഡ് ലെവലിലേക്ക് പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ എല്ലാ അഭിമാനമാക്കി മാറ്റിയിരിക്കുന്ന ലാലേട്ടനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ് കാണേണ്ടത്. മറ്റേ സിനിമയുടെ അതിൻ്റെ എന്തായിരുന്നു ബാക്ക് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഫുൾ ടൈം ഹൈ മാസ് അല്ല, ഹൈ വിഷ്വൽ ബ്യൂട്ടിയാണ്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നോടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.